കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയെയും കേരള രാഷ്ട്രീയത്തെയും ഒരുപോലെ പിടിച്ചുകൊലുക്കിയ ആ കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. AKG സെന്ററിൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നിലിരുന്ന് വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി കണ്ണുകൾ നിറഞ്ഞൊഴുകി വിങ്ങിപ്പൊട്ടുന്ന ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ്. CPMന്റെ അല്ല, സഖാക്കളുടെ സ്വന്തം PK ശ്രീമതി ടീച്ചറെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ടാണ് കണ്ണൂരിൻ്റെ കണിശതയുള്ള രാഷ്ട്രീയ തട്ടകത്തിൽ പഴുത്തുപാകപ്പെട്ട പതിറ്റാണ്ടുകളുടെ സംഘടനാ പാരമ്പര്യമുള്ളൊരു ഉന്നത നേതാവിന് പത്രസമ്മേളനത്തിനിടയിൽ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയേണ്ട അവസ്ഥ വന്നത്? ഈ കണ്ണുനീരിന് പിന്നിലെ യഥാർത്ഥ വസ്തുത എന്താണ്? ഇത് കേവലം ഒരു വ്യാജ വാർത്തയ്ക്കെതിരായ വ്യക്തിപരമായ പ്രതികരണം മാത്രമാണോ? അതോ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കൊണ്ട് പിണറായി വിജയൻ്റെ തണലിൽ ആദർശങ്ങളെല്ലാം ബലികഴിച്ച് അതപ്പതിച്ച CPM എന്ന പാർട്ടിയുടെ ഇന്നത്തെ ദയനീയമായ ഗതികേടിൻ്റെ ആകെ തുകയാണോ? ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് കേവലം ഒരു കരച്ചിലിനെ കുറിച്ചൊന്നുമല്ല. ഈ ഒരു സംഭവത്തിലൂടെ വെളിവാകുന്ന CPMന്റെ ദയനീയമായ ആന്തരിക തകർച്ചയെക്കുറിച്ചും അവർ വർഷങ്ങളായി കേരള സമൂഹത്തിൽ വിതച്ച രാഷ്ട്രീയ വിഷവിത്തുകൾ ഇന്ന് അവർക്ക് തന്നെ കൊയ്യേണ്ടി വന്നതിനെക്കുറിച്ചുമാണ്. ആദ്യം നമുക്ക് ഈ വിവാദത്തിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു പ്രമുഖ വാർത്താ ചാനലിലും തുടർന്ന് ചില സായാഹ്ന പത്രങ്ങളിലും ചില യൂട്യൂബ് ചാനലുകളിലൊക്കെ ഒരു പ്രചാരണം ശക്തമായി നടക്കുകയായിരുന്നു. 1960 മുതൽ 64 വരെയുള്ള കുന്നംകുളം MLA ആയിരുന്ന കോൺഗ്രസ് നേതാവായ PR കൃഷ്ണൻ്റെ വിധവ എന്ന പേരിൽ PK ശ്രീമതി ടീച്ചർ നിഷ്കരണം മുൻ MLAയുടെ സ്പൗസ് പെൻഷൻ തട്ടിയെടുക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത. ഒരു ജനപ്രതിനിധിയായിരുന്ന, മുൻ മന്ത്രിയായിരുന്ന, പാർലമെന്റ് അംഗമായിരുന്ന 75 വയസ്സ് പിന്നിട്ടൊരു വനിതാ നേതാവിനെ സംബന്ധിച്ചിടത്തോളം കേൾക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായ ആരോപണമായിരുന്നു അത്. സാമ്പത്തിക ക്രമക്കേട് എന്നതിലെല്ലാം ഉപരി ജീവിച്ചിരിപ്പില്ലാത്ത മറ്റൊരു പുരുഷന്റെ ഭാര്യയെ ചമഞ്ഞ് വ്യാജമായി പെൻഷൻ വാങ്ങുന്നു എന്ന വാദം ഏത് സ്ത്രീയുടെയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ സത്യം എന്താണ്? നിയമസഭയിൽ നിന്നും ലഭിച്ചൊരു വിവരാവകാശ രേഖയിൽ പഴയ MLA PR കൃഷ്ണന്റെ ഭാര്യയുടെ പേര് PK ശ്രീമതി എന്നായിരുന്നു. യാദർശികമായി പേരിൽ വന്ന ഈ ഒരു സാമ്യം മാത്രം മുൻനിർത്തി വസ്തുത അന്വേഷിക്കുകയോ ആരോപണ വിധേയയായ PK ശ്രീമതി ടീച്ചറോട് ഒരു വാക്ക് പോലും ചോദിക്കുകയോ ചെയ്യാതെ ഒരു മാധ്യമ പ്രവർത്തക വാർത്ത നിർമ്മിച്ചു. അത് പിന്നീട് സോഷ്യൽ മീഡിയയും സൈബർ പ്ലാറ്റ്ഫോമുകളും ഏറ്റുപിടിച്ചു. ഭർത്താവ് K ദാമോദരൻ നമ്പ്യാർ മരിച്ച് അധികം നാളാകുന്നതിന് മുമ്പ് തന്നെ താൻ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് ചിത്രീകരിച്ച് പ്രചാരണം നടത്തിയതാണ് ടീച്ചറെ മാനസികമായി തകർത്തത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ 10 രൂപ പോലും ആരോടും കടം വാങ്ങിയ ആളല്ല. ഞാൻ സ്കൂളിൽ 6ലും 7ലും കണക്കും സയൻസും പഠിപ്പിച്ച അധ്യാപികയായിരുന്നു. എൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. എന്നിട്ടാണ് മറ്റൊരു MLAയുടെ ഭർത്താവിൻ്റെ പെൻഷൻ വാങ്ങി ഞാൻ ജീവിക്കുന്നു എന്നും പറഞ്ഞ് എന്നെ അപമാനിക്കുന്നത്. AKG സെന്ററിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിതുമ്പിക്കൊണ്ട് ശ്രീമതി ടീച്ചർ ചോദിച്ച വാക്കുകളാണിത്. തുടർന്ന് തനിക്ക് സംഭവിച്ച അപമാനത്തിനെതിരെ DGPക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ പിന്നെ സ്പീക്കർക്കും വനിതാ കമ്മീഷനും വക്കീൽ നോട്ടീസ് അയക്കുമെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുമാണ് ടീച്ചർ വ്യക്തമാക്കുകയുണ്ടായത്. പിന്നീട് വാർത്ത നൽകിയ ആ പ്രമുഖ TVയുടെ കോർഡിനേറ്റിംഗ് എഡിറ്ററൊക്കെ പരസ്യമായി മാപ്പ് പറഞ്ഞ സംഭവവും നമ്മൾ കണ്ടു. ഈ ഒരു അപകടത്തിൽ അവർ ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി എന്ന സ്ഥിതി വരെയായി. ശ്രീമതി ടീച്ചറെ വ്യക്തിപരമായി അറിയാവുന്നവർക്കോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ചരിത്രം നിരീക്ഷിക്കുന്നവർക്കോ അറിയാം, CPMലെ മറ്റു പല ക്രൂരന്മാരും ഹുങ്ക് കാട്ടുന്നവരുമായ നേതാക്കളെ വെച്ച് നോക്കുമ്പോൾ അവരെ അപേക്ഷിച്ച് വളരെയധികം നിഷ്കളങ്കമായി സംസാരിക്കുന്ന, പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു നേതാവാണ് ഇവർ. പക്ഷേ സോഷ്യൽ മീഡിയ ട്രോളന്മാർക്ക് പണ്ട് മുതലേ ഏറ്റവും പ്രിയപ്പെട്ട ഇരയായിരുന്നു ശ്രീമതി ടീച്ചർ. അതുപോലെ തന്നെ നമ്മുടെ LDF കമ്മ്യൂണിസ്റ്റുകളെ ഇപ്പോൾ ട്രോളന്മാർക്ക് വളരെ ഇഷ്ടമാണ്. ടീച്ചർ പണ്ടേ ഇംഗ്ലീഷ് സംസാരിച്ചൊരു ചിത്രമുണ്ടായിരുന്നു. ഭാഷാപരമായ അപാകതകളൊക്കെ മുൻനിർത്തി വർഷങ്ങളോളം സൈബർ ഇടങ്ങളിലൊക്കെ അവരെ പരിഹസിച്ചു. ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് സ്വന്തം മരുമകളെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചു എന്ന വിവാദം അവർക്ക് വലിയ തിരിച്ചടിയായി. പിന്നെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ CPMന്റെ ഇരട്ടത്താപ്പ് നിലപാടിനൊപ്പം നിന്ന് വനിതാ മതിൽ കെട്ടാൻ ഇറങ്ങിയപ്പോഴും ടീച്ചർ വലിയ വിമർശനങ്ങൾക്ക് ഏറ്റുവാങ്ങി. ഏറ്റവും ഒടുവിൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര രാവിലെ 9 മണി മുതലാണെന്ന് തെറ്റിദ്ധരിച്ച് സംസാരിച്ചതും വലിയ ട്രോളിന് കാരണമായിരുന്നു. ഇത്തരത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ടെങ്കിലും അടിസ്ഥാനപരമായ ഒരു പാർട്ടി കേഡർ എന്ന നിലയിൽ അവർ പ്രവർത്തിച്ചു. പക്ഷേ ആ പഴയ വിവാദങ്ങളെയോ ട്രോളുകളെയോ എല്ലാം ചിരിച്ചു തള്ളി ശ്രീമതി ടീച്ചർക്ക് ഇത്തവണ പക്ഷേ വിങ്ങിപ്പൊട്ടേണ്ടി വന്നു. കാരണം ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനം അല്ലല്ലോ, വ്യക്തിപരമായും സ്വഭാവഹത്യയും ആത്മാഭിമാനത്തിന്മേലുള്ള ആക്രമണവും ആയിരുന്നു. ശ്രീമതി ടീച്ചറുടെ ഈ ഒരു കണ്ണുനീര് കണ്ടപ്പോൾ ഏതൊരു മനുഷ്യനും സഹതാപം തോന്നുമെന്നത് നേരാണ്. എന്നാൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇതിന് നമ്മൾ അപഗ്രഥിക്കുമ്പോൾ അപ്പോൾ ഉയരുന്ന ചോദ്യം വളരെ വ്യക്തമാണ്. ഈ സൈബർ ആക്രമണ സംസ്കാരവും മാധ്യമ വിചാരണയും പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ച് വ്യക്തികളെ കൊല ചെയ്യുന്ന രീതിയും കേരളത്തിൽ വളർത്തിയെടുത്ത് ഇന്ന് ഈ നിലയിൽ കൊണ്ടെത്തിച്ചത് ആരാണ്?
ഇതിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുമ്പോഴാണ് CPM-ന്റെ ഇരട്ടത്താപ്പും കപടതയും തുറന്നു കാട്ടപ്പെടുന്നത്. കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF കേരളം ഭരിച്ച സമയത്ത് CPM നിർമ്മിച്ചെടുത്തത് ഏതുതരം രാഷ്ട്രീയ സംസ്കാരമാണ്? പാർട്ടിക്കും പിണറായി വിജയനുമെതിരെ സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാക്കളെയും സാധാരണക്കാരായ എതിരാളികളെയും വോട്ടർമാരെ വരെ മാധ്യമ പ്രവർത്തകരെയും എത്ര നികൃഷ്ടമായിട്ടാണ് CPM-ന്റെ സൈബർ പോരാളികൾ വേട്ടയാടിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വർഷങ്ങളോളം ലൈംഗികാരോപണങ്ങളിലും അഴിമതിക്കഥകളിലും മുക്കി അപമാനിച്ചപ്പോൾ ഈ ശ്രീമതി ടീച്ചറോ പാർട്ടിയിലെ മറ്റ് വനിതാ നേതാക്കളോ എവിടെയായിരുന്നു? അന്ന് അവരിൽ ഒരാൾ പോലും ഒരു വാക്ക് പോലും എതിർത്ത് പറഞ്ഞത് നമ്മൾ കണ്ടിട്ടില്ല. കോൺഗ്രസിലെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളിലെയും വനിതാ നേതാക്കൾക്കെതിരെ സഖാക്കൾ ലൈംഗിക ചുവയുള്ള കഥകൾ മെനഞ്ഞുണ്ടാക്കിയപ്പോഴും ചാനൽ അവതാരകരായ സ്ത്രീകളെ അധിക്ഷേപിച്ചപ്പോഴും CPM-ന്റെ ഉന്നത നേതാക്കൾ അതൊക്കെ കണ്ട് രസിച്ചിരിക്കുകയായിരുന്നില്ലേ? അല്ലാതെ നിങ്ങൾ ആരും ഇത് തെറ്റാണ്, ഇതിങ്ങനെ പറയരുത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. സ്വന്തം പാർട്ടിയിലെ സൈബർ സൈക്കോക്കളെ ഉപയോഗിച്ച് എതിരാളികളുടെ കുടുംബങ്ങളെ പോലും വേട്ടയാടിയ പാർട്ടിക്ക് ഇന്ന് ആ സൈബർ വിഷം തങ്ങൾക്ക് നേരെ തന്നെ തിരിഞ്ഞുകുത്തുമ്പോൾ അപ്പോൾ മാത്രമാണ് ആത്മാഭിമാനത്തെക്കുറിച്ച് ഓർമ്മ വരുന്നത്. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ നിങ്ങൾ നിർമ്മിക്കുന്ന കുഴികളിൽ എന്തെങ്കിലും നിങ്ങൾ തന്നെ വീഴുമെന്ന പഴഞ്ചൊല്ല് CPM-ന്റെ കാര്യത്തിൽ നിന്ന് അക്ഷരം പ്രതി അന്വർത്ഥമായിരിക്കുകയാണ്, അല്ലെങ്കിൽ അച്ചട്ടായിരിക്കുകയാണെന്നൊക്കെ പറയും. സഖാക്കൾ പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു CPM-കാർ കരയുന്നവരല്ല, അവർ പോരാടുന്നവരാണ് എന്ന്. എന്നാൽ ഇന്ന് AKG സെന്ററിന്റെ പടിവാതിക്കൽ ഇരുന്ന് നേതാക്കൾക്ക് നിസ്സഹായരായി പൊട്ടിക്കരയേണ്ടി വരുന്നു. ഇതാണ് കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കൊണ്ട് പിണറായി വിജയൻ ഈ പ്രസ്ഥാനത്തിന് വരുത്തിവെച്ച ശാപം. പാർട്ടിയുടെ സകല മൂല്യങ്ങളെയും പിണറായി വിജയൻ എന്ന വ്യക്തി കേന്ദ്രീകൃത ഏകാധിപത്യത്തിലേക്ക് വഴിതിരിച്ചു വിട്ടു. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ പ്രസ്ഥാനത്തിന്റെ നൈതികത മുഴുവൻ ചോർന്നു പോയി. ഭരണം നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലെത്തുമ്പോൾ, ജനങ്ങൾക്കിടയിൽ തികച്ചും ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ, പാർട്ടി കേഡറുകൾക്ക് ആദർശത്തിന്റെ പിന്തുണ ഇല്ലാതാകുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ മാനസിക തകർച്ചയാണ് ശ്രീമതി ടീച്ചറുടെ കാര്യത്തിൽ ഈ ഒരു പ്രതികരണത്തിൽ നമുക്ക് കാണാനായത്. പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന് തുറന്നു പറയാൻ പിണറായി വിജയന്റെ ഭയത്തിൽ ആർക്കും ധൈര്യമില്ല. തിരുത്തലുകൾക്ക് സാധ്യതയില്ലാത്ത വിധം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പ്രസ്ഥാനത്തെ ഒരു കുടുംബത്തിന്റെയും ചില ഉപജാപക സംഘങ്ങളുടെയും കയ്യിൽ പിണറായി ഒതുക്കി വെച്ചു. അഴിമതിയും കള്ളക്കടത്തും ബന്ധുനിയമങ്ങളും സ്വന്തം നേട്ടത്തിനായി ഉപയോഗിച്ചപ്പോൾ പാവപ്പെട്ട കേഡർമാരും പഴയകാല നേതാക്കളും പൊതുസമൂഹത്തിന് മുന്നിൽ നാണം കെട്ട് നിൽക്കേണ്ടി വരുന്നു. PK ശ്രീമതി ടീച്ചർ എന്ന 75 വയസ്സുകാരിയായ വനിതാ നേതാവ് അനുഭവിച്ച വ്യക്തിപരമായ മാനസിക വിഷമത്തിൽ നമുക്കെല്ലാവർക്കും മനുഷ്യത്വപരമായ അനുകമ്പയുണ്ട്. ആ അർത്ഥത്തിൽ അവർക്കുണ്ടായ മാനഹാനിയിൽ വ്യാജവാർത്ത കൊടുത്തവർ മാപ്പ് പറയേണ്ടത് തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഈ സംഭവം നൽകുന്ന സന്ദേശം വളരെ വ്യക്തവുമാണ്. എതിരാളികളെ തകർക്കാൻ എന്ത് വൃത്തികെട്ട കളിയും കളിക്കാം, ആരെയും വ്യക്തിഹത്യ ചെയ്യാമെന്ന് വിശ്വസിച്ചിരുന്ന CPM-ന് കാലം നൽകിയ തിരിച്ചടിയാണിത്. ചിലപ്പോൾ ഇതൊരു തുടക്കം മാത്രമായിരിക്കാം. അവർ വളർത്തിയെടുത്ത അതേ സോഷ്യൽ മീഡിയ വേട്ടമൃഗങ്ങൾ ഇന്ന് സ്വന്തം നേതാക്കളെ തന്നെ കടിച്ചു തിന്നാൻ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.